നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ അടുത്തിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഷെയർ ചെയ്തു. ധാരാളം പേര് അതൊക്കെ കണ്ടിട്ട് നല്ല കമൻസൊക്കെ അറിയിച്ചതിൽ വളരെ സന്തോഷം. അപ്പോൾ ഈ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണുക, കൂട്ടുകാരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ഇന്ന് യൂട്യൂബിൽ വളരാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വഴികളെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ധാരാളം ചെറിയ ചെറിയ യൂട്യൂബ് ചാനലുകൾ ഉണ്ട്. ചാനൽ ചെറുതായിരിക്കാം, സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കുറവായിരിക്കാം, കുറച്ച് വീഡിയോസ് മാത്രമേ അതിൽ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ അവരുടെ ചാനലിൽ നമ്മൾ പോയാൽ അവർക്ക് മില്യൺസ് ഓഫ് വ്യൂസൊക്കെ ആയിരിക്കും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഓരോരുത്തർ 200-300 വ്യൂസൊക്കെ കൊണ്ടെത്തിക്കാനായിട്ട് കഷ്ടപ്പെടുമ്പോഴേക്കും ഇവർക്കൊക്കെ ഇത്രയും വ്യൂസാണോ എന്ന് അതിശയിപ്പിക്കുന്ന രീതിയിലാണ് അവരുടെ ചാനലിൽ നോക്കിയാൽ നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ക്രിയേറ്റർ ആണെങ്കിൽ ഇങ്ങനെ ഉള്ള കാരണങ്ങളെക്കുറിച്ചൊന്നും ടെൻഷൻ ആകാനേ പാടില്ല. കാരണം അവർക്ക് ഇത്രയും വ്യൂസ് ഉണ്ട്, നമ്മൾക്ക് ഇത്രയും കുറച്ച് വ്യൂസേ ഉള്ളൂ, അങ്ങനെ ആരുമായിട്ട് നമ്മൾ സ്വയം താരതമ്യം ചെയ്യരുത്. അപ്പോൾ നമ്മൾക്കുള്ള കഴിവുകൾ, അത് വ്യക്തിഗതമായിട്ടുള്ളത് ഒരു കഴിവാണ്. അപ്പോൾ എല്ലാവർക്കും ഉള്ളതുപോലെ നമ്മൾക്കും കഴിവുണ്ട്. അപ്പോൾ നമ്മളും ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നുണ്ട്, അതൊന്നും റീച്ച് ആവുന്നില്ലല്ലോ, വ്യൂസ് വരുന്നില്ലല്ലോ എന്ന് ഒരിക്കലും ചിന്തിച്ചിട്ട് ടെൻഷൻ ആകാതെ നിങ്ങൾ ചെയ്യേണ്ട കർത്തവ്യം കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് പോവുക. അപ്പോൾ 2 തരത്തിലുള്ള ചാനലുകൾ ആണ് ഉള്ളത്. പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടുന്ന ചാനലുകളുണ്ട്, വളരെ കാലം ട്രൈ ചെയ്തിട്ടും സബ് കൂടാത്ത ചാനലുകളുമുണ്ട്. അപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടും സബ് കൂടാത്ത ചാനലുകൾ, കുറച്ച് വീഡിയോസ് മാത്രം ഇട്ടിട്ട് ഒരുപാട് സബുള്ള ചാനലുകൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണുമ്പോഴേക്കും നമ്മൾ ഇതിനെക്കുറിച്ചിട്ടൊന്നും തല ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചുരുക്കി പറയാം. അത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, കൺസിസ്റ്റൻസി, 3 കാര്യങ്ങൾ നിങ്ങൾ യൂട്യൂബിൽ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എത്ര വീഡിയോ അപ്ലോഡ് ചെയ്യണം, ഇല്ല ഒരാഴ്ചയിൽ എത്ര വീഡിയോ അപ്ലോഡ് ചെയ്യണം, ഒരു മാസം എത്ര വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്ന് പലർക്കുമുള്ള ഡൗട്ടാണ്. എത്ര വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോസൊക്കെ വൈറലാകും. ഒരു ദിവസം എത്ര വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്ന് പറയുന്നത് അത് അവരവരുടെ സ്വന്തം തീരുമാനമാണ്. ഇപ്പോൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡുള്ള കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നു, ഒരു 10 ദിവസം 20 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഇടുന്നു, അങ്ങനെ കുറേ വീഡിയോസൊക്കെ ഇട്ടു, പിന്നെ നിങ്ങളെ കുറേ ദിവസം കാണാനേ ഇല്ല, പിന്നെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് 2 വീഡിയോസ് ഇടുന്നു. ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ, കൺസിസ്റ്റൻസി ഇല്ലാതെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു ഉയർച്ചയിൽ എത്താനുള്ള യാതൊരു സാധ്യതയുമില്ല. മാത്രവുമല്ല, ഇങ്ങനെ ചെയ്താൽ യൂട്യൂബിന് അൽഗോരിതം നിങ്ങളുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യുകയുമില്ല. കാരണം നമ്മുടെ വീഡിയോസൊക്കെ യൂട്യൂബിൻ്റെ ബ്രൗസിങ് ഫീച്ചേഴ്സിൽ വരണമെങ്കിൽ കൺസിസ്റ്റൻസി വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ യൂട്യൂബിന് അൽഗോരിതം തന്നെ നമ്മളുടെ ചാനലിനെ റെക്കമെൻഡ് ചെയ്യുകയും പല ആളുകൾക്കിടയിൽ അത് കൊണ്ടെത്തിക്കുകയും ചെയ്യും. അങ്ങനെ ആയാൽ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടും. പിന്നെ തമ്പനെയിൽ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പലർക്കും, തുടക്കക്കാർക്കൊക്കെ തമ്പനെയിൽ നേരെ ചെയ്യാനായിട്ട് സാധിക്കില്ലെങ്കിലും കഴിയുന്നതും ശ്രമിച്ചു നോക്കിയിട്ട് നല്ല കണ്ടൻറ്റ്. ഇപ്പോൾ പുതിയൊരു യൂട്യൂബിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ ക്ലിക്ക് ബൈറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം പലർക്കും അറിയാമായിരിക്കും. കാരണം നമ്മൾ തമ്പനെയിലിൽ ഒരു കാര്യം ഇടുന്നു, പക്ഷേ വീഡിയോയുടെ അകത്ത് പോയി നോക്കിയാൽ അതിനെക്കുറിച്ചിട്ട് ആ വീഡിയോയ്ക്കകത്ത് യാതൊന്നും വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള തമ്പനെയിലിനെയാണ് ക്ലിക്ക് ബൈറ്റ് എന്ന് പറയുന്നത്. അപ്പം യൂട്യൂബ് അടുത്തിടെ പറഞ്ഞ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ക്ലിക്ക് ബൈറ്റ് തമ്പനെയിലൊക്കെ ഇടുകയാണെങ്കിൽ അത് യൂട്യൂബ് വളരെ കർക്കശമായിട്ടുള്ള നിലപാട് അതിനെതിരെ എടുക്കും. ചിലപ്പോൾ ആ വീഡിയോ തന്നെ ഡിലീറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മളുടെ ചാനൽ തന്നെ ഡിലീറ്റ് ചെയ്തു എന്ന് വരാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയാൻ പോവുകയാണെങ്കിൽ, ഇപ്പോൾ അമേരിക്കയിൽ പ്രസിഡൻ്റ് ഇലക്ഷൻ ഇങ്ങനെ ഒരു 100 വർഷത്തിനിടയിൽ ഇങ്ങനെ ഒരു റിസൾട്ട് വന്നിട്ടില്ല, പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അകത്ത് പോകുമ്പോഴേക്കും നമ്മൾ US കുറിച്ചിട്ടും പറയുന്നില്ല, പ്രസിഡൻറ്റിനെ കുറിച്ചിട്ടും പറയുന്നില്ല, ഇലക്ഷനെ കുറിച്ചിട്ടും പറയുന്നില്ല, അതുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ എന്തൊക്കെയാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ക്ലിക്ക് ബൈറ്റ് തമ്പനെയിലാണെന്ന് പറയാം. ഇനി വേറൊരു സാഹചര്യം നമ്മൾ നോക്കാം. അപ്പം ഈ ചാനലിൽ തന്നെ മുമ്പ് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിലൊക്കെ ഈ 1000 സബും 4000 വാച്ച് അവറും ഒക്കെ 24 മണിക്കൂറിൽ കംപ്ലീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുള്ള തമ്പനെയിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും, ഇത് സാധിക്കുമോ, ഇത് ക്ലിക്ക് ബൈറ്റ് അല്ലേ, നടക്കാത്ത കാര്യമല്ലേ. പക്ഷേ വീഡിയോയുടെ അകത്ത് പോകുമ്പോഴേക്കും ഇങ്ങനെ 1000 സബ് 4000 വാച്ച് അവരൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 24 മണിക്കൂറിൽ ചെയ്തു തരുന്ന തേർഡ് പാർട്ടി ആളുകൾ പണം വാങ്ങിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോഴേക്കും അത്
നടക്കുന്ന കാര്യം തന്നെയാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് പറഞ്ഞാൽ ക്ലിക്ക് ബെയ്റ്റ് അല്ല അങ്ങനത്തെ തംബ്നെയിൽ. അപ്പം ഈ ഒരു അപ്ഡേറ്റ് അടുത്തിടെ യൂട്യൂബ് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും കൂടി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുക, മനസ്സ് തളരാതെ മുമ്പോട്ട് പോകുക, നല്ല കണ്ടൻറ്റ് മാത്രം അപ്ലോഡ് ചെയ്യുക, യൂട്യൂബിൻ്റെ നിയമങ്ങളും പോളിസീസും ഒക്കെ കർക്കശമായിട്ട് പാലിക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനലും റീച്ചാകും, ഉയർച്ചയിലെത്തും. തുടർന്നും ഇതുപോലെയുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തിടെ ഒരുപാട് പേർക്ക് യൂട്യൂബിൽ നിന്നും ഫസ്റ്റ് ഇൻകം വന്നു, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എന്ന് അറിയാൻ കഴിഞ്ഞു. കുറേ പേര് അതിനെക്കുറിച്ചിട്ടൊക്കെ പറയുമ്പോഴേക്കും എപ്പോഴും എന്നെയും ആ സന്തോഷ വാർത്ത അറിയിക്കാറുണ്ട്. അപ്പോൾ ഈ ചാനലിൽ നിന്നും അവർക്ക് പ്രയോജനകരമായിട്ടുള്ള ഒത്തിരി ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് അവർക്ക് വളരെ ഉപയോഗപ്പെട്ടു എന്ന് എന്നെ അറിയിക്കുന്നവരും ധാരാളം പേരുണ്ട്. കുറച്ച് പേരെങ്കിലും അറിയിക്കാത്തവരുണ്ട്. അപ്പോൾ അറിയിക്കാത്തവർക്കെതിരെ എനിക്ക് ഒരു പരിഭവവും ഇല്ല. നിങ്ങളുടെ ആദ്യത്തെ പണം വന്നു, നല്ല രീതിയിൽ നിങ്ങളുടെ ചാനൽ പോകുന്നു എന്ന വാർത്ത അറിയുന്നത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അല്ലാതെ ഈ പേരിലും പെരുമയിലൊന്നും ഒരു കാര്യവുമില്ല. നിങ്ങളെ സഹായിക്കാനായിട്ട് ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. തുടർന്നും അടുത്ത വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാം. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം കാണാം.